യെസ്. ഇരിക്കൂ. മിസ്റ്റർ സേകരൻ സർക്കിളായിട്ട് എത്ര വർഷമായി? 3 വർഷമായി. ദാറ്റ് ഈസ് ടു ലെസ് ആൻ എക്സ്പീരിയൻസ് ഫോർ എ ബിഗ് സിറ്റി ലൈക്ക് ദിസ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഷൊർണൂരായിരുന്നു. ഓ, ഇറ്റ്സ് എ വില്ലേജ്. ഞാൻ മുസൂറിൽ IPS ട്രെയിനിങ് കഴിഞ്ഞ് കോഴിക്കോട് ആദ്യമായി ചാർജ് എടുക്കാൻ പോയപ്പോൾ ഷൊർണൂർ TVയിൽ ഒരു രാത്രി തങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് എ ലവ്ലി പ്ലേസ്. സാർ അവിടെ ഒരു രാത്രി താമസിച്ച കാര്യം വാച്ച്മാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. മാരീഡ് ആണോ? യെസ് സർ. കുട്ടികൾ എത്രയുണ്ട്? ഒരു കുട്ടിയുണ്ട്. വൈഫ് എംപ്ലോയിഡ് ആണോ? അല്ല. ഏതുവരെ പഠിച്ചു? BA. വൈഫിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അവൾ MA ആണ്. ലൂസി അമ്മയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? വീട്ടിൽ കൊച്ചിനെ നോക്കാൻ കൊള്ളാം. അല്ല, അവൾക്കൊരു ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ലൂസിയുടെ അപ്പൻ മൾട്ടി മില്ലണയറാണ്. കേട്ടിട്ടില്ലേ പണാലിക്ക് മാത്തു? കേട്ടിട്ടുണ്ട്. എങ്ങനെ? സാറിപ്പോൾ പറഞ്ഞപ്പോൾ. താമസത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിപ്പം പോലീസ് ക്ലബിലെ താമസം. ഒരു വീട് നോക്കുന്നുണ്ട്. കിട്ടിയ ഫാമിലിയെ കൊണ്ടുവരും. പല പ്രഗത്ഭ CIമാരെയും മുട്ടുകുത്തിച്ച് കസേരയിലാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ആ ഇരിപ്പ് അത്ര സുഖമുള്ളതായിരിക്കില്ല, അത് മറക്കണ്ട. ഓൾ ദ ബെസ്റ്റ്. ചെല്ലെ കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 2 വീടുണ്ട്. ഒന്ന് അമ്പലത്തിൻ്റെ അടുത്ത്. കൊള്ളാം, നല്ല സൗകര്യം. 2 ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡ്. നല്ല ഏരിയ. മുറ്റത്ത് ജീപ്പൊക്കെ കയറിയിട്ടാണ്. നല്ല സൗകര്യമുണ്ട്. വാടകയും കുറവ്. എന്നാ നോക്കാം. പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പോലീസുകാർക്ക് കൊടുക്കൂല. പിന്നെ വേറൊരു വീടുണ്ട് ജനതാ റോട്ടിൽ. മറ്റേതിനേക്കാൾ ബെസ്റ്റ്. മുറികൾക്കൊക്കെ ഇതിനേക്കാൾ വലുപ്പം. മുറ്റത്ത് ഗാർഡൻ, സൈഡിൽ കാർ ഷെഡ്. പിന്നെ എന്താ, മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. അത് സാരമില്ല, ജീപ്പ് ഉണ്ടല്ലോ. പക്ഷെ അതിനുണ്ട് ചെറിയൊരു പ്രശ്നം, പോലീസുകാർക്കും വക്കീൽമാർക്കും കൊടുക്കൂല. ഇത് പറയാനാണോ 2 ദിവസത്തെ ഡ്യൂട്ടിയും കളഞ്ഞിട്ട് താൻ നടന്നേ? അതുകൊണ്ട് പ്രശ്നമില്ല. വേറൊരു വീട് കണ്ടിട്ടുണ്ട്. വേണ്ട, ഇനി താൻ അന്വേഷിക്കണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അപ്സ്റ്റെയർ അല്ല. എന്റെ പേര് ഉണ്ണിയായർ, PC-യാ. അവനെവിടെ ശേഖരൻകുട്ടി? കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയതാ. ഓ, അപ്പൊ കളക്ടർമാർക്ക് അവൻ ആവശ്യമായി തുടങ്ങി. അമ്മാവനെയും കൂട്ടി വരുന്നു പറഞ്ഞുകൊണ്ട് കാലത്തെ മുതൽ ഞാൻ താക്കോലായിട്ട് കാത്തു നിൽക്കുക. അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. മതി. ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് ഇറക്കി വെക്ക്. കുഞ്ഞിനെ ഞാൻ പിടിക്കാം. വേണ്ട. സാറിന്റെ തനി ചായ തന്നെ. വലുതാവും അച്ഛനെ പോലെ തന്നെ വലിയ ഓഫീസർ ആവണം കേട്ടോ മോൻ. മോനല്ല, മോളാ. ഇനി ആയാലെന്താ, ഇപ്പൊ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളല്ലേ. PC, ഇതാ താക്കോല്. തന്റെ പേരെന്താന്നാ പറഞ്ഞു? ഉണ്ണി നായർ. ഇതിനെന്താ വാടക? വാടകയല്ല പ്രശ്നം, സംഗതി കിട്ടണ്ടേ. ഇത് തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ. ഇതിനുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാ, സ്റ്റേഷൻ വളരെ അടുത്ത്, നല്ല വെള്ളം, കാറ്റ്, വെളിച്ചം ഇഷ്ടം പോലെ. പക്ഷെ തന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും. അത് പിന്നെ പറയാനുണ്ടോ, ഏത് സർക്കിളിന്റെ വീട്ടിലും വിശ്വസ്തനായ PC-ന്റെ ഒരു കണ്ണുണ്ടാവും. കാര്യം ഞാൻ അവന്റെ ഭാര്യയുടെ അമ്മാവനാണെങ്കിലും എന്നെ തൂറോളം പേടിയായിട്ട് ഞാനും കൂടി ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്കത് പറ്റുമോ? അതുകൊണ്ട് താൻ പോയി ഇത്തിരി മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്. വാസന പോലെ മേടിക്കാൻ മറക്കരുത്. അതാ വന്നല്ലോ. എന്താ ശേഖരൻകുട്ടി ഇത്ര വൈകിയത്? ഇവരൊക്കെ എത്ര നേരമായി വന്ന് കാത്തു നിൽക്കണു? ഇവരൊക്കെ ആരാന്നറിയാമോ? ആരാ? പറഞ്ഞതുപോലെ സാറ് വരുന്നു പരിചയപ്പെട്ടില്ലോ. ഇത് അലക്സാണ്ടർ മാഷ്. കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പക്ഷെ തോറ്റുപോയി. ഞാൻ ഫ്രൂട്ട് മെർച്ചൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടേ? അല്ല, സാറിനെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. ഇതൊക്കെ മാഷ് കൊണ്ടുവന്നാ. നിന്നെ ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ, അപ്പൊ അവരുടെ ഒരു സന്തോഷം.
ഇതൊക്കെ ഇവിടെ വച്ചിട്ട് പൊക്കോളാം ഞാൻ പറഞ്ഞതാ. പക്ഷെ നീ വന്നിട്ടേ പോകുള്ളൂ എന്ന് നിർബന്ധം. സുലൈമാൻ സാറായിരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാറേ ഇല്ല. നിങ്ങളാരാ? ഞാൻ പെട്ടിക്കട ഓണേഴ്സ് അസോസിയേഷന്റെ ആളാ. പറയാനുള്ള എന്താന്ന് വെച്ചൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട്. എടുക്കാൻ മേലാൽ ഈ വക വേഷം കെട്ടുമായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാഷെ, ഈ കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചേക്ക്. പോകുന്ന നോക്കി ഞാൻ ഇറക്കി തരാം. വെറുതെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ആ, നിനക്ക് അറിഞ്ഞൂടാ. വീട് തേടി വന്ന മഹാലക്ഷ്മിയെ അടിച്ചിറക്കിയത്. ഒരാൾക്ക് നന്നാവാൻ ദൈവം ഒരവസരത്തിൽ കൂടുതൽ തരില്ല. ആ കാര്യം മറക്കണ്ട. ബഡ്ജറ്റിൽ ഇപ്പോ സിഗരറ്റിനൊക്കെ വില കൂടിയല്ലേ ശേഖര? ആ, അറിഞ്ഞൂടാ. നിനക്കിപ്പോ ഡ്യൂട്ടി പകല് മാത്രമേ ഉള്ളൂ അതോ ഷിഫ്റ്റ് ആണോ? പോലീസുകാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മാവ? ഓ, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. നാളെ വൈകുന്നേരം 5:30 വണ്ടിക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട. അടുത്ത ഞായറാഴ്ച ഗോവിനാര് വരണുണ്ടല്ലോ ഒരു കല്യാണത്തിന്. അയാൾ പോകുമ്പോ അയാളുടെ കാറിൽ അങ്ങോട്ട് പോയ വണ്ടിക്കൂലി ലാഭമായല്ലോ. ഇതെന്ത് സേട്ടാ മോനെ? വിൽസ. വിൽസ്. ആ. ഓ, ഞാനങ്ങനെ സിഗരറ്റൊന്നും വലിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും. കൈയിരുന്നോട്ട്. നല്ല സ്നേഹമുള്ളവനാ. എന്റെ കമ്മീഷണറോട് നീ ഒരു MA കാരിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതെന്തിനാ എന്നെ എം എ കാര്യാക്കിയത്? ചുമ്മാ. അയാൾ ഒരു ശുംഭനാണെന്നാ തോന്നുന്നത്. ചാർജ് എടുത്തപ്പോഴേക്കും തുടങ്ങിയോ? അല്ല, അയാൾ എന്നോട് പറയാ ഞാനിരുന്ന കസേരയെ വേറെ ഒരുപാട് പേരിരുന്ന് ഒടിഞ്ഞു കുത്തി വീണതാണെന്ന്. ഏതായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ സിറ്റി ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിറ്റി ക്ലീനാക്കലൊക്കെ കോർപ്പറേഷൻകാരായിക്കോളൂ. കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ന് വിടുവോ? പിന്നെ വിടാതെന്ത് ചെയ്യാൻ? അതിപ്പോ ഏത് പുതിയ CI വന്ന് ചാർജ് എടുത്താലും ഉണ്ടാവും ഇങ്ങനെ കുറെ വിരട്ടലുകളൊക്കെ. കൈ കിട്ടുവാനൊക്കെ പിടിച്ചോണ്ട് പോകും. എണ്ണം തയ്ക്കണ്ടേ? സുലൈമാൻ സാറ് ചാർജ് എടുത്തപ്പോഴും ഉണ്ടായതാ ഇതുപോലെയൊക്കെ. അയ്യോ, എന്തൊരു കൊതുക്. എങ്ങനെയുണ്ടാ അതിന്റെ കഞ്ചാവ് ബിസിനസ്? ഓ, അതിപ്പോ സായിപ്പന്മാരുടെ അടുത്ത് ഒരടവും നടക്കൂല. നാട്ടുകാരാണെങ്കിൽ കാശും തരൂല. ആ, ഒരു സൈഡിലേക്ക് മാറിയേക്ക്. മാറിക്കടാ. എന്നാൽ രാത്രി തപ്പിയെടുത്താണ് സാർ. ഇവൻ പോക്കറ്റ് അടിക്കാരനാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചാ. ഇവന്റെ തൊഴിൽ കഞ്ചാവ് കച്ചവടമാണ് സാറേ. അയ്യോ സാറേ, എനിക്കൊരു കച്ചവടവും ഇല്ല. വിടടാ. ഇവൻ ഒരു ഡാഫറാ. 2 ഹിന്ദിക്കാരെ പറ്റിക്കാൻ നേരത്ത് പിടിച്ചതാണ്. ഒന്ന് 100 നിൽക്കടാ. പേരെന്താ? മനോജ്. എന്ത് ചെയ്യുന്നു? BA പഠിക്കുന്നു. ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത്? കഞ്ചാവ് അടിച്ച് ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കിയാണ് സാർ. അതെന്റെ കൂട്ടുകാർ പറ്റിച്ച സാറേ. എനിക്കത് ശീലമില്ലാത്ത. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സാർ. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണം സാർ. 2 ദിവസത്തിനുള്ളിൽ. പറയുന്ന കേട്ടാ മതി. യെസ് സാർ. ഹലോ, സ്പീക്കിംഗ്. തിയേറ്ററിനകത്തോ? നിങ്ങളാരാ? ഞാൻ തിയേറ്ററിന്റെ മാനേജരാ. അവരെവിടെ? കൊറേ നേരമായി ശല്യം തുടങ്ങിയിട്ട്. ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. തെമ്മാടിത്തരം കാണിക്കാൻ കോളേജ് സ്റ്റുഡൻസിന് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിലേ വാറണ്ട് വേണം. അതുണ്ടോ? ആ, ഉണ്ട്. കാണണോ? ആ, വേണം. എന്റെ ഫ്രണ്ട്സ് ആണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ? കൊള്ളാം. മേയറുടെ മകന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോഴാ ഇടിയുടെ എണ്ണവും ശക്തിയും കൂടിയത്. സജി, അയാളെ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാൻ വിടരുത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആരാ? ദൈവോ? ദേ, എല്ലാരോടും കളിക്കുന്ന പോലെ അയാളോട് കളിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയതായി ചാർജ് എടുത്തതിന് ചൂടാ. ഞാൻ അപ്പോഴേ പറഞ്ഞ തിയേറ്റർ കയറി അലമ്പുണ്ടാക്കരുതെന്ന്. നീ ഒന്ന് ചുമ്മാ ഇരാ.
ഈ നാട്ടില് ചുണയുള്ള ആൺകുട്ടികളുണ്ടെന്ന് അയാളൊന്ന് മനസ്സിലാക്കണം. അളിയാ, നമുക്കിതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഉള്ളിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിലാക്കും. വണ്ടിയുടെ എന്താ ഇൻസ്പെക്ടർ? ഇപ്പൊ ഈ റോഡിൽ പോയതാരാ? ഒന്നെന്റെ മകനാ, മറ്റവന്റെ കൂട്ടുകാരനും. എന്താ എനിക്കവരെ കസ്റ്റഡിയിൽ എടുക്കണം. കാര്യം? എന്താ? എന്റെ കൂടെ ഉണ്ടായിരുന്ന SIയുടെ മുഖത്ത് അവർ തിളച്ച വെള്ളം ഒഴിച്ചു. മുഖം പുള്ളി അയാളെ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുക. എനിക്ക് അവരെ കിട്ടണം. നിൽക്കണം സാർ, മേയറുടെ മകനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ചെയ്ത കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ. ശരിയാണ്, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. യു ക്യാൻ പ്രൊസീഡ്. സജി, എനിക്ക് പോവുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമ്മുടെ സിറ്റി ഒന്ന് തെളിയും. എന്റെ അതേ സ്വഭാവമാണ് CIക്ക്. മര്യാദക്കാരോട് മര്യാദ, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നല്ല കോള്. ഇതിനേക്കാൾ വലിയ നരികളെ കയ്യിലെടുത്തിട്ടുള്ളവനല്ലേ കൃഷ്ണേട്ടൻ. വന്നു എന്നാ തോന്നണേ. നമസ്കാരം. എന്റെ പേര് കൃഷ്ണൻ. അമ്പലക്കാട് കൃഷ്ണൻ, ധ്വനി പത്രത്തിന്റെ ഉടമസ്ഥൻ. കേട്ടു കാണൂ? ഇല്ല. വലിയ മുതലാളിയാ. പത്രം കൂടാതെ അബ്കാരി ബിസിനസ് ഉണ്ട്, ധാരാളം എസ്റ്റേറ്റും ഉണ്ട്. പത്രം സത്യം പറഞ്ഞ നഷ്ടത്തിലാ ഓടുന്നു. പക്ഷേ മറ്റ് ബിസിനസ്സുകളുടെ വിജയത്തിന് ഇതൊരാവശ്യമാണ്. വന്ന കാര്യം പറഞ്ഞില്ല. സാധാരണ കമ്മീഷണർ റാങ്കിൽ കുറഞ്ഞവരൊക്കെ എന്നെ അങ്ങോട്ട് വന്ന് കാണാറാ പതിവ്. ആ പതിവ് തെറ്റിച്ച് ഞാൻ മിസ്റ്റർ ശ്രീധരനല്ല, ശേഖരൻ. ശേഖരനെ കാണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശേഖരന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണമല്ലോ. അത് ശരിയാ. ഇന്ന് വരെ ഒരാളെ കാണാൻ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നത് എന്തിനാണെന്ന് പറയൂ. മേയറുടെ മകനെ ഇന്നലെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു. ഈ ചങ്കൂറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. അഭിനന്ദിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അവരെ വിട്ടോ? പിന്നെ ഇന്നലെ രാത്രി തന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? എന്റെ റിപ്പോർട്ട് വന്നു ശ്രീധരനെ. ശേഖരൻ. ശേഖരനെ കാണും. ഒരു ഇന്റർവ്യൂ കൊടുക്കണം. നഗരത്തെ നടുക്കിയ സിംഹം തലക്കെട്ട് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊള്ളാം. ഉഗ്രൻ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. തനിക്കൂടെ എന്താ കാര്യം? പിന്നെ പോണം. കുറെ പടങ്ങളും വേണം, പല പോസുകളിൽ. സോറി, എനിക്ക് പബ്ലിസിറ്റിയിലും മറ്റും തീരെ താല്പര്യമില്ല. വേണ്ട, പക്ഷേ ഞങ്ങളോട് സഹകരിക്കാമല്ലോ. എങ്ങനെ? ഇന്നലത്തെ സംഭവം പോലെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആദ്യം ഞങ്ങൾ വിവരറിയിക്കും. പകരം തിരിച്ചല ഉപകാരങ്ങൾ എനിക്കും ചെയ്യാൻ സാധിക്കും. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ സംസാരിച്ച് തീർന്നില്ല. എനിക്ക് കേട്ടിരിക്കാൻ സമയമില്ല. അമ്പലക്കാട് കൃഷ്ണനോട് ആരും ഇതുവരെ എങ്ങനെ പെരുമാറിയിട്ടില്ല. നന്നായി. ആദ്യമായിട്ട് ഇങ്ങനെ പെരുമാറിയതിന്റെ ക്രെഡിറ്റ് എനിക്കായിക്കോട്ടെ. ഹലോ, CI ഹിയർ. റവന്യൂ ഇന്റലിജൻസിന്നോ? എന്താ സർ? റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ വിളിച്ചിരുന്നു. JK ജോലീസ് റെഡി ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടണം. ഇപ്പം ആരും പറയണ്ട സാർ. ഓക്കെ.
ഐ എം ശങ്കർ. Come on. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ റെയ്ഡിന് വന്നതാണ്. ക്ഷമിക്കണം, ഒരു ചെറിയ അസൗകര്യമുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഷട്ടർ ഇട്ടേക്കാൻ പറയും. യെസ് സർ. ഒന്ന് പുറത്തിറങ്ങി വേഗം പ്ലീസ്. ആ ഷട്ടർ ഇടേ. മിസ്റ്റർ തോമസ്, എവിടെയാ നിങ്ങളുടെ സ്റ്റോർ റൂം? അകത്താണ് സർ. വരും. റെയ്ഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ പുറത്തുനിന്ന് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ വാർണിംഗ്. കമാ. എവിടെ സ്റ്റോക്ക് രജിസ്റ്റർ? പ്ലീസ് വെരിഫൈ ദ സ്റ്റോക്ക്. സെയിൽസ്മാൻമാരോട് കൃത്യമായി തൂക്കി അളവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറയൂ. ആരാണെങ്കിലും റോങ് നമ്പർ ആണെന്ന് പറയൂ. ഹലോ, റോങ് നമ്പർ. ആ എടുത്തോ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. ശേഖർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എൻ്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തോളൂ. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറി. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ. കുട്ടികൾക്കെല്ലാം അങ്കിളിനെ നേരിലൊന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അതൊക്കെ പിന്നെ ആവാച്ചോ. മിസ്റ്റർ ആന്റണി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ? ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് 100 രൂപ സംഭാവന കൊടുക്കുന്നവർ പോലും പേരും പടവും പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ആന്റണി സ്വന്തം പേര് പുറത്തു പറയുവാൻ പോലും മടിക്കുന്നു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുന്നല്ലേ അച്ചോ പ്രമാണം. പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സഹായമെന്ന വാക്കിന് തന്നെ അർത്ഥം ഉണ്ടാവില്ലല്ലോ. ശരിയാണ്. ഞാൻ മറ്റേ കർത്താവിന്റെ അനുഗ്രഹവും എപ്പോഴും മോനുണ്ടായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ അച്ചോ. സമൂഹത്തിൽ ഒരുപാട് പേരെ പറ്റിച്ച് സ്വന്തം കേശ വീർപ്പിക്കുന്നവർ മാന്യന്മാരായി ജീവിക്കുന്നു. നല്ല മനസ്സുള്ളവർ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരായി മാറുന്നു. ദൈവം ഇതൊന്നും കാണുന്നില്ല. തീർച്ചയായും സ്വർഗരാജ്യം എപ്പോഴും സന്മനസ്സുള്ളവർക്കായിരിക്കും. ആയിരിക്കും. എന്താ പോലീസ് ഇവിടെ? എവിടെയെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉം. അവരെ അന്വേഷിച്ചു വന്നതായിരിക്കും. ആ ശരി, ഞാൻ വരട്ടെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലോ. ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണിയാ? അതെ, ടോണി. ലൂയിസ് എന്നുള്ളത് എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ
ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. യെസ്. ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? What? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. I'm sorry. I mistook you for Miss Meera Nair. I'm sorry. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം? ക്യാ മലയാളം? ആപ്കോ മലയാളം നഹീ മാലൂം? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തിന് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പം മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ ഇതേ മുറിയിൽ? ആ, അപ്പൊ ഇത് വിട്ടിരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, രാത്രി കൊണ്ടുവന്നാ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞേ സാധനം വാങ്ങാമെന്ന ആളായിരിക്കും. എന്നാലും ആരെടാ അവൻ? ഞാൻ തന്നെ. രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവൻ എനിക്ക് കിട്ടില്ലല്ലോ. ये बहन, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടുന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരൂ.
ദേവസി ഇല്ലേ? ഏ ദേവസി ദേവസി. എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ആ ഇവിടെ പറഞ്ഞിരുന്നു. വരൂ. ഇരിക്കൂ. നമസ്കാരം. 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 ഇരുന്നോളൂ. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമ സാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. ഓ അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടെ വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. ആ മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞു. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിൽക്കണം. പൂമക്കത്ത് കിട്ടിണ്ടത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്. വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ. എന്നിട്ട് ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ? അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണതല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാരന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ അത് വലിയ ശല്യായില്ലോ. നേരെ വിളിച്ചപ്പോ ഹലോ ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ശരിയാ, വളരെ ശരിയാ. ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസിയുടെ ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമൻ സാറേ, ഇങ്ങോട്ട് പോന്നോളോ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്, പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. വന്നോളൂന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ്. വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്? ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാം. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ. കർത്താവേ,
ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്ന നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസി വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ദാ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം, കളിത്തോക്ക പോട്ടെ. സാറേ, പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ. താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം.